Hi students, welcome to the new video of English Talks. English Talks-ന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ ഒന്നാമത്തെ യൂണിറ്റായ Nature's Plenty എന്ന യൂണിറ്റിലെ How far is the river? അതിന്റെ ആദ്യ ഭാഗം നമ്മൾ മുൻപത്തെ വീഡിയോയിൽ ചെയ്തിരുന്നു. അതിന്റെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. Soon the boy was in the valley, and the path straightened out and rose. He met a girl who was coming from the opposite direction. പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ബോയ് അവൻ ആ താഴ്വരയിലെത്തി. He was in the valley, and the path straightened out and rose. ആ വഴി അങ്ങനെ നേരെ പോയി ഉയർന്നു നിന്നു. He met a girl who was coming from the opposite direction. അങ്ങനെ അവന്റെ എതിർ ദിശയിൽ നിന്നും ഒരു പെൺകുട്ടി വരുന്നതായി അവൻ കണ്ടു. She held a long curved knife with which she had been cutting grass. അപ്പോ അവളുടെ കയ്യില് നല്ല വളഞ്ഞ ഒരു കത്തിയുണ്ട്, നൈഫുണ്ട്, curved knife, വളഞ്ഞ കത്തിയാണ്. With which she had been cutting grass. അത് വെച്ചിട്ട് അവള് പുല്ല് കട്ട് ചെയ്യുന്നു, cutting grass. The bangles she wore made music when she moved her hands. അവൾ അവളുടെ കൈകൾ ചലിപ്പിക്കുമ്പോൾ ആ വളകള് സംഗീതം ഉണ്ടാക്കുന്നു. And it was as though the hands spoke a language of their own. അത് ആ കൈകള് അതിൻ്റെതായ ഭാഷയിൽ സംസാരിക്കുന്നത് പോലെ തോന്നിച്ചു. How far is to the river? asked the boy. നദിയിലേക്ക് എത്ര ദൂരമുണ്ട്? ആ കുട്ടി ചോദിച്ചു. The girl had obviously never been to the river, or she may have been thinking of another one, because she said 20 miles without any hesitation. ആ പെൺകുട്ടിക്ക് ആ റിവറുമായി ഒരു ബന്ധവും ഉണ്ടാവില്ലായിരിക്കാം, അല്ലെങ്കിൽ she may have been thinking of another one, അല്ലെങ്കിൽ അവൾ മറ്റെന്തോ ഒരു കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം. കാരണം because she said 20 miles without any hesitation, ഒരു സംശയം കൂടാതെ അവൾ പറഞ്ഞു, പെട്ടെന്ന് തന്നെ പറഞ്ഞു 20 miles, 20 മൈലാണ് അങ്ങോട്ടേക്കുള്ള ദൂരം. The boy laughed and ran down the path. അപ്പൊ കുട്ടിക്ക് ചിരി വന്നു, അവന് വീണ്ടും ഓടാൻ തുടങ്ങി. Ran down the path. A parrot suddenly screeched, flew over his head, a flash of red and green. The bird disappeared amongst the trees. അങ്ങനെ ഒരു പാരറ്റ്, തത്ത, സഡൻലി സ്ക്രീച്ച്ഡ്, അത് പെട്ടെന്ന് തന്നെ സ്ക്രീച്ച് ചെയ്തു, അതായത് കൂകി വിളിച്ചുകൊണ്ട് വരികയാണ്. ഫ്ലൂ ഓവർ ഹിസ് ഹെഡ്, അങ്ങനെ അത് താഴ്ന്നിട്ട് അവന്റെ തലക്ക് മീതെ പറന്നുകൊണ്ടിരുന്നു. ഒരു പച്ച നിറത്തിന്റെയും ചുവപ്പ് നിറത്തിന്റെയും മിന്നൽ അവന് അനുഭവപ്പെട്ടു. The bird disappeared among the trees. അങ്ങനെ ആ പക്ഷി മരങ്ങൾക്കിടയിൽ അപ്രത്യക്ഷമായി. A trickle of water came from the hillside, and the boy stopped to drink. The water was cold and sharp, but very refreshing. അങ്ങനെ ആ കുന്നിൻ പുറത്തു നിന്നും വെള്ളം ഒഴുകി വരാൻ തുടങ്ങി. ട്രിക്കിൾ എന്ന് പറഞ്ഞാൽ മന്ദസ്രാവം എന്നാണ് അർത്ഥം, അതായത് തുള്ളി തുള്ളിയായി വീഴുക. വാട്ടർ പതുക്കെ പതുക്കെ ഹിൽ സൈഡിൽ നിന്ന് വരാൻ തുടങ്ങി. അങ്ങനെ നമ്മുടെ ബോയ് അവിടെ നിന്നു. സ്റ്റോപ്ഡ് ടു ഡ്രിങ്ക്, ആ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് നിന്നു. ദി വാട്ടർ വാസ് കോൾഡ് ആൻഡ് ഷാർപ്പ് ബട്ട് വെരി റിഫ്രഷിംഗ്. ആ വെള്ളം വളരെ തണുപ്പുള്ളതായിരുന്നു, തെളിഞ്ഞ വെള്ളമായിരുന്നു. ബട്ട് വെരി റിഫ്രഷിംഗ്, ഉത്സാഹം നൽകുന്നതും ദാഹം അകറ്റുന്നതും കൂടിയായിരുന്നു. However, it seemed to have the effect of making him more thirsty. എന്നിരുന്നാലും ആ വെള്ളം അവന് കൂടുതൽ ദാഹം ഉണ്ടാക്കുന്നതായി തോന്നിപ്പിച്ചു. Sun was striking his side of the hill, and the dusty path became hotter, the stones scorching the boy's feet. അങ്ങനെ ആ കുന്നിൻ ചെരുവിൽ സൂര്യൻ കത്തിജ്വലിക്കാൻ തുടങ്ങി. The dusty paths, പൊടി നിറഞ്ഞ വഴി, became hotter, അത് ചൂടുകൂടിയതായി തീർന്നു. The stones scorching the boy's feet, അങ്ങനെ അവിടുത്തെ കല്ലുകൾ കുട്ടിയുടെ പാദങ്ങളെ ചുട്ടരിക്കാൻ തുടങ്ങി, അവന്റെ കാലുകളെ പൊള്ളാൻ തുടങ്ങി. He was sure, അവന് ഉറപ്പായിരുന്നു. He had gone halfway, പാതി വഴി പിന്നിട്ടു എന്ന് അവന് ഉറപ്പായി. He had walked for an hour, അവൻ ഏകദേശം 1 മണിക്കൂറോളം നടന്നു കഴിഞ്ഞിട്ടുണ്ട്. Presently he saw another boy ahead of him. ഇപ്പൊ അവൻ കാണുന്നത് മറ്റൊരു കുട്ടിയെയാണ് അവന്റെ മുന്നിൽ നിൽക്കുന്നത്. Driving a few goats down the path, കുറച്ച് ആടുകളെയും തെളിച്ചു വരുന്ന ആ വഴിയിലൂടെ വരുന്ന ഒരു കുട്ടിയെ അവൻ കാണുന്നു. How far is the river? he asked. നദിയിലേക്ക് എത്ര ദൂരമുണ്ട്? അവൻ ചോദിച്ചു. The village boy smiled in a friendly way and said, "Oh, not far, just round the next hill and straight down."
അപ്പോൾ ദി വില്ലേജ് ബോയ് സ്മൈൽഡ്. അപ്പൊ കുട്ടി, ആ ഗ്രാമീണനായ കുട്ടി ചിരിച്ചു. എന്നിട്ട് വളരെ സൗഹൃദത്തോടു കൂടി തന്നെ പറഞ്ഞു, ഓ നോട്ട് ഫാർ, അധികം ദൂരമൊന്നുമില്ല, ജസ്റ്റ് റൗണ്ട് ദി നെക്സ്റ്റ് ഹിൽ ആൻഡ് സ്ട്രൈക്ക് ഡൗൺ, അടുത്ത കുന്ന് കഴിഞ്ഞതിന് ശേഷം നേരെ താഴേക്ക് പോവാ എന്ന് പറഞ്ഞു. ബോയ് ഫീലിംഗ് ഹംഗ്രി unwrapped his loaf of bread and broke it in halves, offering one portion to the village boy. അങ്ങനെ ആ കുട്ടിക്ക് വിശപ്പ് അനുഭവപ്പെടാൻ തുടങ്ങി. ഫീലിംഗ് ഹംഗ്രി, unwrapped his loaf of bread. അങ്ങനെ അവൻ ആ പൊതി അഴിച്ചു, ആ ബ്രെഡിന്റെ ഭക്ഷണ പൊതി അഴിച്ചു. ആൻഡ് ബ്രോക്ക് ഇറ്റ് ഇൻ ഹൗസ്, അങ്ങനെ അത് 2 കഷ്ണങ്ങളാക്കി. ഓഫറിംഗ് 1 portion to the village boy, അതിനൊരു ഭാഗം എടുത്തിട്ട് വില്ലേജ് ബോയ്ക്ക് കൊടുത്തു. They sat on the hillside and ate in silence. അങ്ങനെ അവർ ഒരുമിച്ച് ഇരുന്ന് ആ കുന്നിൻ പുറത്ത് ഇരുന്നിട്ട് നിശബ്ദരായി ആഹാരം കഴിച്ചു. Ate in silence. When they had finished, they walked on together and began talking and talking. അങ്ങനെ അവർ ഭക്ഷണം കഴിച്ചതിന് ശേഷം, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ, when they had finished, they walked on together, അവർ ഒരുമിച്ച് നടന്നു. And began talking and talking. അങ്ങനെ അവർ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. The boy did not notice the smarting of his feet and the heat of the sun and the distance he had covered and the distance he had yet to cover. അപ്പോൾ കുട്ടി ശ്രദ്ധിച്ചില്ല. The boy did not notice the smarting of his feet, അവന്റെ കാലുകളുടെ വേദന, അതുപോലെ ഹീറ്റ് ഓഫ് ദി സൺ, സൂര്യപ്രകാശത്തിന്റെ ചൂടോ കാലിന്റെ വേദനയോ ഒന്നും അവൻ ശ്രദ്ധിച്ചില്ല. അതുപോലെ ഡിസ്റ്റൻസ് ഹി ഹാഡ് കവേർഡ്, എത്ര ദൂരം അവൻ താണ്ടിയിട്ടുണ്ട് എന്നത്. ആൻഡ് ദ ഡിസ്റ്റൻസ് ഹി ഹാഡ് യെറ്റ് ടു കവർ, ഇനി എത്ര ദൂരം പോകാനുണ്ട്, ഇതൊന്നും അവൻ ശ്രദ്ധിച്ചതേയില്ല. ബട്ട് ആഫ്റ്റർ സം ടൈം ഹിസ് കമ്പാനിയൻ ഹാഡ് ടു ഡൈവേർജ് അലോങ് അനദർ പാത്ത്. എന്നാൽ കുറച്ചു സമയത്തിന് ശേഷം, ബട്ട് ആഫ്റ്റർ സം ടൈം ഹിസ് കമ്പാനിയൻ ഹാഡ് ടു ഡൈവേർജ് അലോങ് അനദർ പാത്ത്, അവന്റെ കൂട്ടുകാരൻ, കമ്പാനിയൻ എന്ന് പറഞ്ഞ കൂട്ടുകാരൻ, ഹാഡ് ടു ഡൈവേർജ് അലോങ് അനദർ പാത്ത്, മറ്റൊരു വഴിയിലൂടെ അകന്നു പോകേണ്ടി വന്നു. ആൻഡ് ദി ബോയ് വാസ് വൺസ് മോർ ഓൺ ഹിസ് ഓൺ, അങ്ങനെ കുട്ടി ഒരിക്കൽ കൂടി തനിച്ചായി മാറി. ഹി മിസ്ഡ് ദി വില്ലേജ് ബോയ്, ഹി കുഡ് നോട്ട് ബി സീൻ. ഹിസ് ഓൺ ഹോം വാസ് ഓൾസോ ഹിഡൻ ഫ്രം വ്യൂ ബൈ ദി സൈഡ് ഓഫ് ദി മൗണ്ടെയിൻ. അങ്ങനെ അവന് ആ വില്ലേജ് ബോയെ നഷ്ടപ്പെട്ടു. ഹി കുഡ് നോട്ട് ബി സീൻ, അവനെ കാണാനില്ല. His own home was also hidden from view by the side of the mountain. ആ മൗണ്ടെയിൻ സൈഡ്, പർവ്വത ചെരുവ് കാരണം അവന്റെ വീടും അവന്റെ കാഴ്ചയിൽ നിന്ന് മറഞ്ഞു. The river was not in sight either. അങ്ങനെ റിവറും കാണുന്നില്ല, അവന്റെ കാഴ്ചയിൽ റിവറും ഇല്ല. He began to feel discouraged. അവന് നിരുത്സാഹം തോന്നി. He was sorry he had finished the bread. അവന് ആ ഭക്ഷണം പൂർത്തീകരിക്കേണ്ടില്ലായിരുന്നു എന്ന് തോന്നി. He might want it later. അത് അവനൊരു പക്ഷേ പിന്നീട് വേണ്ടി വന്നേക്കാം. He was determined to see the river. He walked on along the hot, dusty, stony path, past mud huts and terraced fields, until there were no more fields or huts, only forest and sun and loneliness. അങ്ങനെ ആ നദി കാണാൻ അവൻ ഉറച്ച തീരുമാനമെടുത്തു. He was determined to see the river. ദൃഢനിശ്ചയം ചെയ്തു. He walked on along the hot, dusty, stony path. അങ്ങനെ അവൻ നടന്നു. ആ ചൂടുകൂടിയ പൊടി പിടിച്ച കല്ലുകളുള്ള വഴിയിലൂടെ അവൻ നടന്നു. പാസ്റ്റ് മഡ് ഹട്ട്സ് ആൻഡ് ടെറസ്ഡ് ഫീൽഡ്സ്, തട്ടുതട്ടുകളായ വയലുകളും അതുപോലെ മണ്ണുകൊണ്ടുള്ള കൂരകളും അവൻ പിന്നിട്ടു. അണ്ടിൽ ദർ വേർ നോ മോർ ഫീൽഡ്സ് ഓർ ഹട്ട്സ്, കൂടുതൽ വയലുകളും അതുപോലെ തന്നെ കുടിലുകളും ഇല്ലാതാകുന്നത് വരെ അവൻ നടന്നു. ഓൺലി ഫോറസ്റ്റ് ആൻഡ് സൺ ആൻഡ് ലോൺലിനെസ്, അവിടെ ഇപ്പോൾ ആകെയുള്ളത് കുറെ കാടുകളും സൂര്യനും പിന്നെ ഏകാന്തതയും മാത്രമാണ്. Now there was no man or any sign of man's influence. ഇപ്പോൾ അവിടെ മനുഷ്യരില്ല, അതുപോലെ മനുഷ്യരുടെ ഒരു സ്വാധീനവുമില്ല. Any sign of man's influence, മനുഷ്യന്റെ പെരുമാറ്റത്തിന്റെ ഒരു അടയാളവും അവിടെയില്ല. Only trees and rocks and bramble and flowers. Only silence. മരങ്ങളും പാറകളും മുൾച്ചെടികളും പൂക്കളും, അങ്ങനെ നിശബ്ദത മാത്രം. The silence was impressive and a little frightening. ആ നിശബ്ദത ഹൃദയഹാരിയായിരുന്നു, അതേസമയം അല്പം പേടിപ്പിക്കുന്നതുമായിരുന്നു. It was different from the silence of a room or street. അത് ഒരു റൂമിലെയോ അല്ലെങ്കിൽ ഒരു തെരുവിലെയോ നിശബ്ദത പോലെ ആയിരുന്നില്ല, അതിൽ നിന്നും വ്യത്യാസപ്പെട്ടിരുന്നു. It was the silence of space. അത് ശൂന്യാകാശത്തെ നിശബ്ദത പോലെയായിരുന്നു. Of the unknown, the silence of God. അജ്ഞാതമായ ദൈവത്തിൽ നിന്നുള്ള നിശബ്ദത.
Then, as the boy rounded a sharp bend, the silence broke into sound. അങ്ങനെ ആ കുട്ടി വലിയ ഒരു വളവ് ചുറ്റിക്കഴിഞ്ഞപ്പോൾ ആ നിശബ്ദത മാറി, അവിടെ ശബ്ദം വന്നു. The silence broke into sound. A sudden roaring sound, പെട്ടെന്നുള്ള ഇരമ്പുന്ന ശബ്ദം. The sound of the river, നദിയുടെ ശബ്ദം. Far down in the valley, the river tumbled over rocks. The boy gasped and began to run. അങ്ങനെ ദൂരെ താഴ്വരയിൽ നദി പാറകൾക്ക് മുകളിലൂടെ ഒഴുകുന്നു. The boy gasped and began to run. അങ്ങനെ കുട്ടി കിതക്കാൻ തുടങ്ങി. And began to run, അവന് ഓടാൻ തുടങ്ങി. He slipped and stumbled, അവൻ നടക്കുന്നതിനിടയിൽ പലവട്ടം വഴുതി വീണു. But still he ran, എന്നിട്ടും അവൻ ഓടി. Then he was ankle deep in the painfully cold mountain water. കഠിന തണുപ്പുള്ള ആ വെള്ളത്തിൽ അവന്റെ കണങ്കാൽ മുങ്ങുന്ന വിധത്തിൽ അവൻ നിന്നു. And the water was blue and white and wonderful. വളരെ മനോഹരമായ രീതിയിലുള്ള നീല നിറത്തിലും വെള്ള നിറത്തിലുമായിരുന്നു നദി. ഇനി നമുക്ക് ഈ കഥയുടെ എഴുത്തുകാരനെ കൂടി പരിചയപ്പെടാം. റസ്കിൻ ബോണ്ട് 1934 അദ്ദേഹം ജനിച്ചത്. ഈസ് ആൻ ഇന്ത്യൻ റൈറ്റർ ഹു റൈറ്റ്സ് ഇൻ ഇംഗ്ലീഷ്. അദ്ദേഹം ഒരു ഇന്ത്യൻ എഴുത്തുകാരനാണ്. അദ്ദേഹം കൂടുതലും എഴുതാറുള്ളത് ഇംഗ്ലീഷിലാണ്. ഹി ഹാസ് റിട്ടൺ novels and poems and is known mostly for his contribution to children's literature. അദ്ദേഹം നോവലുകളും കവിതകളും ഒക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടുതലും സംഭാവനകൾ ബാലസാഹിത്യത്തിലാണ്, ചിൽഡ്രൻസ് ലിറ്ററേച്ചറിലാണ് അദ്ദേഹം കൂടുതലും സംഭാവന ചെയ്തിട്ടുള്ളത്. ഹി ഹാസ് മോർ ദാൻ 500 ഷോർട്ട് സ്റ്റോറീസ് ടു ഹിസ് ക്രെഡിറ്റ്. ഏകദേശം 500ഓളം ചെറുകഥകളും അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്.